നമസ്കാരം. Why you should never argue with fools. The psychology of wisdom. മണ്ടന്മാരുമായി വാദിക്കരുത്. മണ്ടന്മാരുമായി വാദിച്ചാൽ നിങ്ങളുടെ സമയം പോവും, നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടമാവും. എല്ലാത്തിനും മറുപടി കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ചില കാര്യങ്ങളിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഒത്തിരി ആളുകളെ കാണും, ഒത്തിരി പേർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എല്ലാവരുമായി സംസാരിക്കാൻ പോയാൽ ചിലപ്പോൾ ജീവിതത്തിൽ ഒത്തിരി പരാജയം സംഭവിക്കും. ചില ആളുകൾ വരുന്നത് നമ്മളോട് സംസാരിക്കാനല്ല, അവരുടെ മണ്ടത്തരം കൊണ്ട് നമ്മളെ തോൽപ്പിക്കാനാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം വാദിക്കുക, വാദിച്ച് അവരുടെ മണ്ടത്തരത്തിൽ കൂടെ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുക. അവർ ധരിച്ചു വച്ചേക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുക. അവരുടെ മുമ്പിൽ നമുക്കൊരിക്കലും സത്യം പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് വിശ്വസിക്കണമെന്നില്ല. ഈ മണ്ടന്മാരുമായിട്ട് നമ്മൾ വാദിക്കാനും വഴക്കുണ്ടാക്കാനും പോയാൽ എന്ത് സംഭവിക്കുന്നറിയാം? ദൂരെ നിന്ന് കാണുന്ന ഒരാൾക്ക് നമ്മൾ ആരാണ് മണ്ടനെന്നുള്ള സംശയം വരും. നമ്മളാണോ അവരാണോ എന്ന്. കാരണം അതാണ് അവരുടെ ക്യാരക്ടർ. അതുകൊണ്ട് കഴിവതും മണ്ടന്മാരുമായി ആർഗ്യൂ ചെയ്യാൻ പോകില്ല. ഫൂൾസ് വ്യക്തമായിട്ട് പറയുവാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനാവശ്യമായി ഇടപെട്ട് അവരുടെ കാര്യങ്ങളെ തൊലയ്ക്കാനും ഇല്ലാതാക്കാനും ജീവിതത്തിൽ അവരെ നശിപ്പിക്കാനും വേണ്ടി കുറേ ആളുകളുണ്ട്. അവരെ ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ ലക്ഷ്യം നമ്മളെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അവർ വിചാരിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങളെ എല്ലാം മറ്റുള്ളവരുടെ തലയിൽ അടിച്ചമർത്തുക എന്നുള്ളതാണ്. അതിൻ്റെ മുമ്പിൽ പോയി നമ്മൾ നിന്നു കൊടുത്താൽ നമുക്കാണ് നഷ്ടം വരുന്നത്. അവർ വിമർശിക്കും. എല്ലാ വിമർശനങ്ങൾക്കും നമ്മൾ മറുപടി പറയേണ്ടതില്ല. എല്ലാ ചോദ്യത്തിനും നമുക്ക് ഉത്തരം പറയേണ്ടതില്ല. കാര്യം എല്ലാത്തിനും മറുപടി പറയാൻ പോയാൽ പലപ്പോഴും നമുക്ക് വിജയിക്കാൻ പറ്റില്ല, പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ജ്ഞാനികളായ ആളുകൾ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുക്കാറില്ല. അവർ പങ്കെടുക്കേണ്ട യുദ്ധം തിരഞ്ഞെടുക്കും. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കണം. കാരണം ചില ആളുകളുടെ ലക്ഷ്യം തന്നെ നമ്മളെ പ്രൊവോക്ക് ചെയ്ത് അവരുടെ കാര്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സംസാരിക്കുക. നമ്മൾ ആർഗ്യൂ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുദ്ദേശിക്കുന്ന വഴിയിൽ പോകും. അതുകൊണ്ടായ ഇന്ന് മുതൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില ആളുകളെ പഠിക്കുക. ചിലർ നമ്മുടെ അടുത്ത് വരുന്നത് നമ്മളോട് സംസാരിക്കാനല്ല, നമ്മളെ ഇല്ലാതാക്കാനാണ്. അത് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവരെ അകറ്റി നിർത്തുക. അങ്ങനെയുള്ളവരുമായി സംസാരിക്കാതിരിക്കുക. മൗനം ഏറ്റവും ശക്തമായ ഒരു ലാംഗ്വേജാണ്. സൈലൻസ് അത് നമുക്ക് ഉപയോഗിക്കാം ചില സ്ഥലങ്ങളിൽ. കാരണം അവനവൻ്റെ ഫ്രസ്ട്രേഷൻ, അവനവൻ്റെ ഇറിറ്റേഷൻ മറ്റുള്ളവരുടെ തലയെ കൊണ്ട് മാറ്റുന്ന ഒരു ലെവലിലേക്കാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെല്ലാം മറുപടി പറയാൻ നടന്ന ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടില്ല, സന്തോഷം കിട്ടില്ല. വീണ്ടും വീണ്ടും ഇത് പറയാൻ കാരണം പലപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആവശ്യമില്ലാത്ത ആർഗ്യുമെൻറ്റിൽ പോയി തലയിട്ട് നമ്മുടെ ജീവിതം ഇല്ലാതാക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നു മുതൽ നിങ്ങൾ അത് തിരിച്ചറിയുക. അനാവശ്യമായ കാര്യങ്ങളിൽ തലയിടാതിരിക്കുക. എല്ലാത്തിനും മറുപടി പറയാതിരിക്കുക. കാരണം ചിലത് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ അടുത്ത് വരുന്ന പല ഫൂളുകളും നിങ്ങളെ ആർഗ്യുമെൻറ്റിലൂടെ നിങ്ങളുടെ ജീവിതം മാറ്റാൻ ശ്രമിക്കും, വഴി മാറ്റാൻ ശ്രമിക്കും. അതിൽ വീഴാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിപൂർവ്വം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.